ഹലോ, വെൽക്കം ടു ദ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കൺട്രോൾ സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കുള്ള ഇന്നത്തെ ടോപ്പിക്ക് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. അപ്പോൾ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്താ, നമുക്കറിയാവുന്നതാണ് എന്താണെന്നുള്ളത്. നമ്മൾ C++ലൊക്കെ പറഞ്ഞാണ് ഒരു പെർട്ടിക്കുലർ ഒരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് കുറച്ച് ഫങ്ഷൻസുകളൊക്കെ ഉണ്ട് അല്ലേ. ഇപ്പോൾ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ LEN അങ്ങനെ കുറേ ഫങ്ഷൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓരോ നെയിംഡ് യൂണിറ്റ് ഓഫ് ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിൽറ്റ് യൂണിറ്റ്. അത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്കവിടെ പേര് ആ ഫങ്ഷനുകളുടെ പേരുകളെ മാത്രം വിളിച്ചാൽ മതി. അപ്പോൾ അവരെന്താണോ ചെയ്യേണ്ടത് ആ കാര്യം അവിടെ ചെയ്തോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ കുറച്ച് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് പഠിക്കാനുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് അലേർട്ട്, ഈസ്നാൻ, അതുപോലെ ടു അപ്പർ കേസ്, ടു ലോവർ കേസ്, ക്യാർ അറ്റ്, ലെങ്ത് പ്രോപ്പർട്ടി. ഇത്രയും ഫങ്ഷൻസാണ് ജാവാസ്ക്രിപ്റ്റിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കപ്പോൾ ഓരോ ഫങ്ഷൻസും എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെയാണ് അലേർട്ട് ഫങ്ഷൻ. അലേർട്ട് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മെസ്സേജിനെ ഡിസ്പ്ലേ ചെയ്യാൻ, ഒരു അലേർട്ട് ബോക്സിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലേർട്ട് എന്ന് പറയുന്ന ഫങ്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. സ്മോൾ ലെറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒരിക്കലും യൂസ് ചെയ്യരുത്. അപ്പോൾ ഇവിടെ ഫിഗർ 6.13 കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സൈഡിൽ അലേർട്ടിൻ്റെ ഉള്ളിൽ വെൽക്കം ടു ജാവാസ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു അലേർട്ട് ബോക്സ് ആയിട്ട് നമുക്കതവിടെ വരും. അപ്പോൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ ക്ലോസ് ആയി പോകും. അപ്പോൾ അലേർട്ട് ബോക്സിൽ ഒരു മെസ്സേജിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ടാണ് അലേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണത്. നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഈസ് നാൻ. നാൻ എന്ന് പറയുന്നത് നോട്ട് എ നമ്പർ. അതായത് ഈസ് നാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പാരാന്തസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും എന്തെങ്കിലും എഴുതും, ലെറ്റേഴ്സോ നമ്പേഴ്സോ സിമ്പിൾസോ എന്തെങ്കിലും എഴുതും. ആ എഴുതുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ പാരാന്തസിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ നോട്ട് എ നമ്പർ എന്നാണ് പറയുന്നത്. ഈ സ്നാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് ഒരു നമ്പറാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തരുന്ന റിസൾട്ട് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിട്ട് ആയിരിക്കും നമുക്ക് ഈ സ്നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എ വാല്യൂ ഈസ് എ നമ്പർ ഓർ നോട്ട്. ഒരു നമ്പറാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈസ് നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യണത്. അതിൽ നാൻ എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം നോട്ട് എ നമ്പർ എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്ത് വരും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഈസ് നാൻ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂ ആണ് വരിക. അതായത് ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ എന്ന് പറയുന്ന ആൻസർ വരുന്നതാണ്. അതായത് ഈസ് നാൻ ഓഫ് വെൽക്കം നോട്ട് എ നമ്പർ അല്ലേ, ഈസ് നാൻ ഓഫ് വെൽക്കം നമ്പർ അല്ല, അപ്പോൾ നമുക്ക് ട്രൂ എന്ന് തോന്നുന്നു. പിന്നെ ഈസ് നാൻ ഓഫ് A1 2 3 അത് നമ്പർ അല്ലല്ലോ, അപ്പോൾ നമുക്ക് ട്രൂ ആയിട്ട് തന്നെ വന്നു. ഈസ് നാൻ ഓഫ് സ്കോർ 50 അതും നമ്പറല്ല, അപ്പോൾ നമുക്ക് ട്രൂ ആവും. ഈസ് നാൻ ഓഫ് A അതും നമ്പറല്ല, അപ്പോൾ നോട്ട് എ നമ്പർ എന്ന് പറഞ്ഞു, അത് ട്രൂ ആണ്. ഇനി നെക്സ്റ്റ് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഫോൾസ് വരുന്ന കേസാണ്. ഈസ് നാൻ ഓഫ് 13 സ്ട്രിങ് ആയിട്ടാണ്, ഡബിൾ കോട്ട്സിലാണ് കൊടുത്തിട്ടില്ലെങ്കിലും ആ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിലുള്ളത് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്കത് ഫോൾസ് ആയിട്ടാണ് വരുന്നത്. നോട്ട് എ നമ്പർ, അതായത് 13 കൊടുത്തിട്ട് അത് നോട്ട് എ നമ്പർ എന്ന് പറയാണ്. അപ്പോൾ അത് ഫോൾസ് അല്ലേ, അതിൻ്റെ ഉള്ളിലുള്ളത് നമ്പറാണല്ലോ, അപ്പോൾ നമുക്ക് ഫോൾസ് വന്നു. ഈസ് നാൻ ഓഫ് 13 നോട്ട് എ നമ്പർ 13 എന്നാണ് പറയുന്നത്. നോട്ട് എ നമ്പർ അതല്ലല്ലോ, നമ്പറാണല്ലോ അത്, അപ്പോൾ നമുക്കത് ഫോൾസ് ആയിട്ട് വന്നു. പിന്നെ ഈസ് നാൻ ഓഫ് 13.5 അത് നമ്പറാണ്. ഈസ് നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴും നമ്പർ അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ട്രൂ ആയിട്ടുള്ളൂ, അപ്പോൾ ഇത് നമ്പറാണ്, അതുകൊണ്ട് നമുക്ക് ഫോൾസ് ആണ് വരിക. പിന്നെ ഈസ് നാൻ ഓഫ് 0.123 അതും നമ്പറാണ്, അപ്പോൾ നമുക്ക് ഫോൾസ് ആണ് വരുന്നത്. അപ്പോൾ നമ്പർ അല്ലെങ്കിൽ മാത്രമേ നമുക്ക് ഈസ് നാൻ ട്രൂ എന്ന് പറയുന്ന റിസൾട്ട് തരുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഫിഗർ 6.14 തന്നിട്ടുണ്ട്. അത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ അലേർട്ട് ഈസ് നാൻ ഓഫ് A എന്ന് എഴുതിയിട്ടുണ്ട്. അലേർട്ട് എന്ന് അപ്പോൾ ഈസ് നാൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആണ് റിസൾട്ട് തരിക. അത് നമുക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ഇവിടെ അലേർട്ട് വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈസ് നാൻ്റെ റിസൾട്ട് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ അത് അലേർട്ടിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മതി. അലേർട്ട് ഓഫ് ഈസ് നാൻ ഓഫ് A. അപ്പോൾ ഈസ് നാൻ ഓഫ് A എന്താ റിട്ടേൺ ചെയ്യുക, നോട്ട് എ നമ്പർ A എന്നാണ് പറയുന്നത്. A ഒരു നമ്പർ അല്ല എന്നാണ് പറയുന്നത്, അപ്പോൾ നമുക്ക് ട്രൂ വരും. അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗർ 6.14 ട്രൂ എന്ന് പറയുന്ന റിസൾട്ടായിട്ട് കാണാൻ പറ്റും. ഇനി നെക്സ്റ്റ് ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ടു അപ്പർ കേസ്
ഫംഗ്ഷൻ. ടു അപ്പർ കേസ് ഫംഗ്ഷൻ നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ടു അപ്പർ കേസ്, അതായത് സ്മോൾ ലെറ്ററിനെ അപ്പർ കേസിലേക്ക് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ അതിനുള്ള കോഡ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ഇവിടെ എഴുതിയിട്ടുണ്ട് വാഡ് എക്സ് കോമ വൈ. 2 വേരിയബിൾസ് ഉണ്ട് അല്ലേ. ഒരെണ്ണം ഒരു ലെറ്റർ കൊടുക്കാനും മറ്റേത് കൺവേർട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ എക്സ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റിന് എഴുതിയിട്ടുണ്ട്. എക്സിൽ സ്മോൾ ലെറ്ററിലുള്ള ജാവാസ്ക്രിപ്റ്റാണ് ഉള്ളത്. വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ടു അപ്പർ കേസ് എഴുതിയിട്ടുണ്ട്. വൈയിൽ എന്താ സ്റ്റോർ ചെയ്യേണ്ടത്? എക്സിനെ ടു അപ്പർ കേസ് ഫംഗ്ഷൻ വെച്ച് മാറ്റിയതാണ് വൈയിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ടു അപ്പർ കേസ് എഴുതി. എന്നിട്ട് അലർട്ടിൽ വൈനെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ വരിക? എക്സ് ഡോട്ട് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ എക്സിലുള്ള കണ്ടൻ്റ് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിനെ അപ്പർ കേസിലൊക്കെ കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫിഗർ 6.15 നോക്കുക, ജാവാസ്ക്രിപ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നെക്സ്റ്റാണ് ടു ലോവർ കേസ് ഫംഗ്ഷൻ. ടു ലോവർ കേസ് നേരെ ഓപ്പോസിറ്റാണ് അപ്പർ കേസിൻ്റെ. ലോവർ കേസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ്ങിനെ ലോവർ കേസിലേക്ക്, അതായത് സ്മോൾ ലെറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുള്ളത് നോക്കുക. വാഡ് എക്സ് കോമ വൈ, 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു, എക്സും വൈയും. എക്സ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ ജെ മാത്രമാണ് ക്യാപിറ്റൽ, ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ടു ലോവർ കേസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ വൈയിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത്? എക്സ് ഡോട്ട് ടു ലോവർ കേസാണ്. അപ്പോൾ എക്സിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള റിസൾട്ടിനെയാണ് വൈയിലേക്ക് സ്റ്റോർ ചെയ്യണത്. എന്നിട്ട് അലേർട്ടിൽ വൈനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ വരിക? ജാവാസ്ക്രിപ്റ്റ്. അതിൽ ജാവാസ്ക്രിപ്റ്റ് എക്സിൻ്റെ വാല്യൂ ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റിൽ ജെ മാത്രമാണ് ക്യാപിറ്റലായിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് ഓൾറെഡി സ്മോൾ ലെറ്റർ ആണ്, അതുകൊണ്ട് അതിനെ മാറ്റേണ്ട കാര്യമില്ല. ആ ക്യാപിറ്റൽ ജെനെ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം നോക്കുക, നമ്മളിപ്പോൾ ക്യാപിറ്റലിൽ ഉള്ള സാധനത്തിനെ ക്യാപിറ്റലിലേക്ക് ആക്കാൻ പറഞ്ഞാൽ അത് തന്നെയാണ് വരിക. സ്മോൾ ലെറ്ററിലുള്ളതിനെ സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാലും സ്മോൾ ലെറ്റർ ആയിട്ട് തന്നെയാണ് വരിക. അപ്പോൾ അത് ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റാണ് ക്യാർ അറ്റ് ഫംഗ്ഷൻ. ക്യാർ അറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ മീനിങ്. നമ്മൾ പറയുന്ന ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്യാർ അറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പൊസിഷൻ കൊടുത്താൽ ആ പൊസിഷനിലിരിക്കുന്ന ക്യാരക്ടറിനെയാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് തരിക. അപ്പോൾ ക്യാരറ്റ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ആ ഒരു പെർട്ടിക്കുലർ ആ ഒരു സ്ട്രിങ്ങിലെ ക്യാരക്ടറിനെ നമുക്ക് ഫെച്ച് ചെയ്ത് തരും. ക്യാർ അറ്റ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പൊസിഷനിലുള്ള ക്യാരക്ടറിനെ നമുക്ക് തരും. ഇവിടെ എക്സാമ്പിൾ നോക്കുക. വാഡ് എക്സ് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. എക്സ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ട്രിങ്ങിനെ എക്സിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി വൈയിൽ എന്താ സ്റ്റോർ ചെയ്യണേ? വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ക്യാർ അറ്റ് ഓഫ് 4. വൈയിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത്? എക്സ് ഡോട്ട് ക്യാർ അറ്റ് ഓഫ് 4. എക്സ് ഡോട്ട് ക്യാർ അറ്റ് ഓഫ് 4 എന്ന് പറയുന്നത് എക്സിലെ 4ാമത്തെ പൊസിഷനിലുള്ള ക്യാരക്ടറിനെയാണ് വൈയിൽ സ്റ്റോർ ചെയ്യണത്. അപ്പോൾ എക്സ് ഡോട്ട് ക്യാരറ്റ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റിൽ 4ാമത്തെ പൊസിഷനിൽ ആരിയിരിക്കണേ? ജെ എന്ന് പറയുന്നത് 0th പൊസിഷനാണ്. ഫസ്റ്റ് പൊസിഷനിൽ എ ആണ്, സെക്കൻഡ് പൊസിഷനിൽ വി ആണ്, തേർഡ് പൊസിഷനിൽ എ ആണ്, 4th പൊസിഷനിൽ എസ് ആണ്. അപ്പോൾ ആരെ നമുക്ക് റിട്ടേൺ ചെയ്യുക? എസ്സിനെയാണ് വൈയിൽ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അലർട്ടിൽ വൈനെ ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ ഫിഗർ 6.17 എന്താ കാണുന്നത്? എസ്സിനെയാണ് അവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്യാരറ്റ് ഓഫ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഒരു സ്ട്രിങ്ങിലുള്ള ഒരു പൊസിഷൻ പറഞ്ഞുകൊണ്ട് ഒരു ക്യാരക്ടറിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റാണ് ലെങ്ത് പ്രോപ്പർട്ടി. ലെങ്ത് പ്രോപ്പർട്ടി എന്തിനായിരിക്കും? ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ, അതിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ലെങ്ത് പ്രോപ്പർട്ടി ഉള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ലെങ്ത് പ്രോപ്പർട്ടി റിട്ടേൺസ് ദ ലെങ്ത് ഓഫ് ദി സ്ട്രിങ്. എക്സാമ്പിൾ നോക്കുക. വാഡ് എക്സ് കോമ എൻ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. എക്സ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. എക്സിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ട്. എൻ ഈക്വൽ ടു എക്സ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വരിക? എക്സ് ഡോട്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് എന്താ? ജാവാസ്ക്രിപ്റ്റാണ്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുക. ജാവാസ്ക്രിപ്റ്റിൽ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താ? ജാവാസ്ക്രിപ്റ്റിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ മതി. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 10 ക്യാരക്ടേഴ്സ് ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ മൊത്തം. അപ്പോൾ ആ 10 എന്നിൽ സ്റ്റോർ ചെയ്യും. അലർട്ടിൽ എന്നിനെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഫിഗർ 6.18 നോക്കുക. 10 എന്ന് പറയുന്നത് അവിടെ പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കാം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഈ രീതിക്ക് ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം.
അതിൽ റൈറ്റ് ദ വാല്യൂസ് ഓഫ് ദി വാരിയബിൾ വൈ ഇൻ ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളതിൽ നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തന്നിട്ടുണ്ട്. അതിൽ വൈയുടെ വാല്യൂസ് ഏതൊക്കെയായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ നോക്കുക, എക്സ് ഈക്വൽ ടു വെൽക്കം, വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ലെങ്ത്ത്. എക്സിൽ വെൽക്കം കൊടുത്തിട്ടുണ്ട്, വൈയിൽ എന്താ സ്റ്റോർ ചെയ്യുക? അപ്പോൾ എക്സ് ഡോട്ട് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ വെൽക്കത്തിൻ്റെ ലെങ്ത്ത് ആയിരിക്കും വരിക. അപ്പോൾ വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് നോക്കുക. 1 2 3 4 5 6 7 ആയിരിക്കും വൈയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ നോക്കുക, എക്സ് ഈക്വൽ ടു വെൽക്കം ക്യാപിറ്റലാണുള്ളത്, വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ടു ലോവർ കേസ്. അതായത് എക്സ് ഡോട്ട് ടു ലോവർ കേസ് എന്ന് പറഞ്ഞാൽ വെൽക്കത്തിനെ ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ വൈയിൽ എന്താ സ്റ്റോർ ചെയ്യുക? സ്മോൾ ലെറ്ററിൽ ഉള്ള വെൽക്കം എന്നായിരിക്കും വരിക. വെൽക്കം എന്നുള്ളത് ഫുൾ സ്മോൾ ലെറ്ററിലായിട്ട് വരും. ഇനി മൂന്നാമത്തെ നോക്കുക, എക്സ് ഈക്വൽ ടു വെൽക്കം, വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ടു അപ്പർ കേസ്. അപ്പോൾ എക്സിൽ ഡബ്ല്യു ഒഴിച്ച് ബാക്കിയൊക്കെ സ്മോൾ ലെറ്റർ ആണല്ലേ എക്സിലുള്ളത്. അപ്പോൾ വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ എക്സിനെ ഫുൾ അപ്പർ കേസിലേക്ക് മാറ്റുക. ഓൾറെഡി ഡബ്ല്യു ക്യാപിറ്റലാണ്, അപ്പോൾ അതുപോലെ തന്നെ വരും. ബാക്കിയുള്ളതിനെയും എന്ത് ചെയ്യും? ക്യാപിറ്റൽ ലെറ്ററിലാക്കിയിട്ട് വൈയിൽ സ്റ്റോർ ചെയ്യും. ഇനി നാലാമത്തെ, എക്സ് ഈക്വൽ ടു വെൽക്കം, വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ടു ലോവർ കേസ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓൾറെഡി സ്മോൾ ലെറ്ററിൽ തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എക്സ് ഡോട്ട് ടു ലോവർ കേസ് എന്ന് പറഞ്ഞാലും നമുക്ക് സ്മോൾ ലെറ്ററിലുള്ള വെൽക്കം തന്നെയായിരിക്കും വരിക. ഇനി അഞ്ചാമത്തെ നോക്കുക, എക്സ് ഈക്വൽ ടു വെൽക്കം, വൈ ഈക്വൽ ടു ഈ സ്നാൻ ഓഫ് എക്സ്. എക്സ് എന്ന് പറയുന്നതിൽ വെൽക്കമാണുള്ളത്. അപ്പോൾ വൈയിൽ എന്താ സ്റ്റോർ ചെയ്യുന്നത്? ഈ സ്നാൻ ഓഫ് എക്സ്. ഈ സ്നാൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നോട്ട് എ നമ്പർ ഓഫ് എക്സ് എന്നാണ് പറയുന്നത്. എക്സ് ഈസ് നോട്ട് എ നമ്പർ എന്നാണ് പറയുന്നത്. അത് ട്രൂ അല്ലേ? ട്രൂ ആണ്. അപ്പോൾ വൈയിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇനി ആറാമത്തെ നോക്കുക, എക്സ് ഈക്വൽ ടു വെൽക്കം, വൈ ഈക്വൽ ടു ക്യാരറ്റ് ഓഫ് 3. വൈയിൽ എന്താ സ്റ്റോർ ചെയ്യുക? വൈയിലൊന്നും തന്നെ സ്റ്റോർ ചെയ്യില്ല. കാരണം എന്താ? ഇവിടെ എക്സ് ഈക്വൽ ടു വെൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ട്, വൈ ഈക്വൽ ടു ക്യാരറ്റ് ഓഫ് 3 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എക്സ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ ആണ് എന്നവിടെ പറഞ്ഞു കൊടുത്തിട്ടില്ല. നമുക്ക് എക്സിലുള്ള മൂന്നാമത്തെ പൊസിഷനിലിരിക്കുന്ന ആരാ? 0 1 2 3 സി ആണ് വെൽക്കത്തിലെ തേർഡ് പൊസിഷനിലിരിക്കുന്ന ക്യാരക്ടർ. പക്ഷേ നമുക്ക് വൈയിൽ ഇവിടെ ആറാമത്തെ ആ ഒരു ക്വസ്റ്റ്യനിൽ വൈയിലൊന്നും തന്നെ സ്റ്റോർ ചെയ്യില്ല. കാരണം എന്താ? അവിടെ വെറുതെ ക്യാരറ്റ് ഓഫ് 3 എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്തിൻ്റെയാണ് മൂന്നാമത്തെ പൊസിഷൻ നമ്മളവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ വൈയിലൊന്നും തന്നെ സ്റ്റോർ ആവില്ല. ഇനി നമുക്ക് സി എന്ന് പറയുന്ന ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് എഴുതണം? വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് ക്യാരറ്റ് ഓഫ് 3 എന്ന് എഴുതിയാൽ മാത്രമേ നമുക്കവിടെ വൈയിൽ വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഈ രീതിക്കൊക്കെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഇനി നെക്സ്റ്റ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് വാല്യൂസ് ആക്സസ് ചെയ്യുന്ന ടൈപ്പ് പ്രോഗ്രാംസ് നോക്കാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ടു ക്രിയേറ്റ് എ വെബ് പേജ് ദാറ്റ് ഡിസ്പ്ലേസ് എ വെബ് ഫോം. ഒരു വെബ് ഫോം, അതായത് നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്തു, അവിടെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ പേജിൽ തന്നെ നമുക്കൊരു റിസൾട്ട് കാണണം, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം HTML, പിന്നെ ഹെഡ്, ടൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ജാവാസ്ക്രിപ്റ്റ് ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്, ടൈറ്റിൽ ടാഗ് ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ഒരു ഫോമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണത്. ഫോം ടാഗ് ഓപ്പൺ ചെയ്തു, ആ ഫോമിന് ഒരു നെയിം കൂടെ കൊടുത്തു. നെയിം ഈക്വൽ ടു FRM സ്ക്വയർ. അങ്ങനൊരു നെയിം ആ ഫോമിന് കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെൻറ്റർ ടാഗിൽ, അതായത് സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ട് സെൻറ്റർ ടാഗ് ഓപ്പൺ ചെയ്തു. എൻ്റർ എ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇൻപുട്ട് ടാഗ് ഓപ്പൺ ചെയ്തു. ഇൻപുട്ടിൽ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു TXT num എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റർ എ നമ്പർ എന്ന് പറയുന്നത് താഴെ ഫിഗറിൽ വന്നിട്ടുണ്ട് എൻ്റർ എ നമ്പർ. അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് ടാഗ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ ടെക്സ്റ്റ് ബോക്സ് വന്നു. ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് അല്ലേ, അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് വന്നു. ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് TXT num എന്നാണ്. ഇനി 2 BR ടാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത കണ്ടൻറ്റ് ഒരു 2 ലൈൻ താഴെയായിരിക്കും വരിക. അടുത്തതായിട്ട് ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, സ്ക്വയർ ഈസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്താണോ നമ്പർ എൻ്റർ ചെയ്ത് അതിൻ്റെ സ്ക്വയറിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ളൊരു വെബ് പേജാണത്. അപ്പോൾ സ്ക്വയർ ഈസ് എന്ന് പറയുന്നൊരു മെസ്സേജ് വെച്ചു. അതിന് ശേഷം സ്ക്വയറിനെ കാണിക്കാൻ ഒരു ടെക്സ്റ്റ് ബോക്സ് കൂടെ വേണം. അപ്പോൾ അത് സ്ക്വയർ ഈസ് കഴിഞ്ഞിട്ട് ഇൻപുട്ട് ടാഗ് ഓപ്പൺ ചെയ്ത് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു TXT SQR എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഒരു ടെക്സ്റ്റ് ബോക്സ് വരാനായിട്ട്
ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് എഴുതി. ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് എന്താണ്, TXT_SQR എന്ന് പറയുന്ന പേരാണ്. അപ്പോൾ 2 ടെക്സ്റ്റ് ബോക്സുകൾ അവിടെ വന്നു. 2 ടെക്സ്റ്റ് ബോക്സിൻ്റെയും നെയിമുകൾ വേറെയാണ്. ഇനി അതിൻ്റെ താഴെ 2 ബിയർ ടാഗ് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ വാല്യൂ ഈക്വൽ ടു ഷോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് ടാഗ് ഓപ്പൺ ചെയ്ത് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ എന്ന് വെച്ചാൽ നമുക്ക് ബട്ടണായിട്ടായിരിക്കും വരിക. ആ ബട്ടണുമ്മേ എന്താണ് വാല്യൂ കാണിക്കേണ്ടത്, ആ ബട്ടൺ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ആ ബട്ടൺ നമ്മൾ കാണേണ്ടത്, അതാണ് വാല്യൂ ഈക്വൽ ടു ഷോ. ഇവിടെ താഴെയുള്ള ഫിഗർ നോക്കിയാൽ കാണാം ബട്ടണിലെ ഷോ എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് സെൻറ്റർ ടാഗ് ക്ലോസ് ചെയ്തു, ഫോം ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് താഴെ കാണുന്ന ഫിഗർ പോലെയുള്ളൊരു വെബ് പേജ് ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ എൻ്റർ ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യും. ഇപ്പോൾ 5 ആണെങ്കിൽ 5, 10 ആണെങ്കിൽ 10, എന്ത് വേണമെങ്കിലും എൻ്റർ ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ ഷോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്വയർ, ഇപ്പോൾ 5 ആണ് ഞാൻ എൻ്റർ ചെയ്യുന്ന നമ്പറിൽ കൊടുത്തിട്ടുള്ളെങ്കിൽ ഷോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് 5ൻ്റെ സ്ക്വയർ 25 എന്ന് കാണണം. പക്ഷേ ഈ ഒരു പ്രോഗ്രാം എഴുതിയുകൊണ്ട് മാത്രം നമുക്ക് ഈ വെബ് പേജ് വർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്പർ എഴുതി ഷോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒന്നും തന്നെ അവിടെ നടക്കില്ല. അതെന്തുകൊണ്ടാണ്? ഇൻറ്റേർണലി അവിടെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ. ആ നമ്പറിൽ നിന്ന് എടുക്കുന്നുണ്ട്, അതിൻ്റെ സ്ക്വയർ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്ക്വയറീസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് ഉള്ള ടെക്സ്റ്റ് ബോക്സിൽ അതിനെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ആരാ ചെയ്യണേ? ജാവാസ്ക്രിപ്റ്റാണ് ചെയ്യണത്. ഇത് ജസ്റ്റ് നമ്മളുടെ ഡിസൈനിങ് മാത്രമേ നമ്മൾ ഈ ഒരു വെബ് പേജിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ജാവാസ്ക്രിപ്റ്റും കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ആ റിസൾട്ടിനെ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ സ്ക്വയറിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള കോഡ് ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ അതേ കോഡ് തന്നെയാണ്, അതേ പ്രോഗ്രാം തന്നെയാണത്. അതിൽ ആ സ്ക്രിപ്റ്റ് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫോമിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പറയാം, അത് തന്നെ HTML ഹെഡ്, ടൈറ്റിൽ അതൊക്കെ കറക്റ്റായിട്ട് വന്ന് ഹെഡിൻ്റെ ഉള്ളിലാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. സ്ക്രിപ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്ത് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് വേണം, ഫംഗ്ഷൻ വിളിക്കണം. ഫംഗ്ഷൻ ഷോ സ്ക്വയർ, ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. നമുക്കറിയാം ജാവാസ്ക്രിപ്റ്റിൽ ഫംഗ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് വേണം. അപ്പോൾ ഫംഗ്ഷൻ ഷോ സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പേര് വെച്ചിട്ട് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ കേളി ബ്രാക്കറ്റിൽ ഓപ്പൺ ചെയ്തു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുകയാണ് var num, ans. ആൻസറിന് വേണ്ടിയിട്ടും നമ്പറിന് വേണ്ടിയിട്ടും 2 വേരിയബിൾസ് അവിടെ ഡിക്ലെയർ ചെയ്തു. ഇനി നം എന്ന് പറയുന്നതാണ് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന നമ്പറാണ് ഈ നമ്മിലേക്ക് എടുക്കുന്നത്. ആ നമ്മിനെയാണ് അവിടെ സ്ക്വയർ ചെയ്ത് ആൻസ് എന്ന് പറയുന്ന വേരിയബിൾ വഴി ഷോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നം എന്ന് പറയുന്ന വേരിയബിൾ ആ ഒരു ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് എൻ്റർ ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് വാല്യൂ എടുക്കണേ നോക്കാം. അപ്പോൾ നം ഈക്വൽ ടു document.frm square .txt num .value. ഇങ്ങനെയാണ് ആ ഒരു ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു വേരിയബിളിലേക്ക് വാല്യൂവിനെ എടുക്കുന്നത്. ഇവിടെ document.frm square എന്ന് പറയുന്നത് എന്താ, ഈ frm സ്ക്വയർ ഫോമിൻ്റെ പേരാണ് അല്ലേ. നമ്മൾ എഴുതിയിട്ടുള്ള ഫോമിൻ്റെ പേരാണ് frm സ്ക്വയർ. നമ്മൾ ഫോം ടാഗിൻ്റെ ഉള്ളിൽ നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആ frm സ്ക്വയർ, ആ ഒരു ഫോമിൻ്റെ പേര് ഡോട്ട്, ഇനി എന്താ വേണ്ടത്, നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര്. ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് നമ്മൾ എന്താ കൊടുത്തത്, ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു TXT എന്നാണ്. ആ പെർട്ടിക്കുലർ എൻ്റർ ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്ന ആ ഒരു ടെക്സ്റ്റ് ബോക്സിൽ നിന്ന് വേണം നമ്മളുടെ ആ വാല്യൂവിനെ എടുക്കാനായിട്ട്. അപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് വേണം നമുക്ക് കൊടുക്കാൻ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഡോക്യുമെൻറ്റ് ഡോട്ട് ഫോമിൻ്റെ പേര് frm സ്ക്വയർ ഡോട്ട് ടെക്സ്റ്റ് ബോക്സിൻ്റെ പേര് TXT num .value. ഇങ്ങനെ വിളിച്ചാൽ ആ TXT num എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂവിനെ നമ്മിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിനുശേഷം നമ്മിൽ ആ ഒരു വാല്യൂ കിട്ടി. അതിന് ശേഷം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, സ്ക്വയർ കണ്ടുപിടിക്കണം. അപ്പോൾ ആൻസ് ഈക്വൽ ടു നം ഇൻറ്റു നം എന്നെഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്, ഈ ആൻസ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്ക്വയർ ഉണ്ട്, അതാണ് നമ്മുടെ റിസൾട്ട്. അതിനെ സ്ക്വയറീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കണ്ടേ, നെക്സ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ നമുക്ക് കാണിക്കണ്ടേ. അപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിലേക്ക് കൊടുക്കണം. ഈ ആൻസ് എന്ന് പറയുന്ന വേരിയബിളിൽ ഉള്ള വാല്യൂവിനെ നെക്സ്റ്റ് താഴെയുള്ള ടെക്സ്റ്റ് ബോക്സിലേക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൻസ് ഈക്വൽ ടു നം ഇൻറ്റു നം അതിന് താഴെയായിട്ട് എഴുതുക ഡോക്യുമെൻറ്റ് ഡോട്ട് ഏത് ഫോമിലേക്കാണ്, frm സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലേക്ക്.
FRM² ഡോട്ട് ഏത് ടെക്സ്റ്റ് ബോക്സിലേക്കാണ്, TXT_SQR എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിലേക്ക്. അപ്പോൾ document ഡോട്ട് FRM² ഡോട്ട് TXT_SQR ഡോട്ട് വാല്യൂ ഈക്വൽ ടു ആൻസർ. അപ്പോൾ ഈ ആൻസറിനെ ആ പെർട്ടിക്കുലർ ടെക്സ്റ്റ് ബോക്സിലേക്ക് സ്റ്റോർ ചെയ്യും. അതിനുശേഷം ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുക, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, ഹെഡ് ക്ലോസ് ചെയ്യുക. ഇനി ബോഡി ടാഗിൽ എന്താ, നമ്മൾ നേരത്തെ എഴുതിയ അതേ കാര്യം തന്നെ. ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു, നെയിം ഈക്വൽ ടു FRM² എന്ന് എഴുതി. ഇനി സെൻറ്റർ ടാഗിൽ എൻട്രി നമ്പർ എന്ന് പറഞ്ഞു, ഇൻപുട്ട് ടാഗ് വിളിച്ചു, ടൈപ്പ് ടെക്സ്റ്റ് ആണ്, നെയിം ഈക്വൽ ടു നെയിം കൊടുത്തിട്ടുണ്ട് TXT നം, 2 BR ടാഗ് വെച്ചു, സ്ക്വയറീസ് എന്ന് പറയുന്ന മെസ്സേജിനെ വെച്ചു. നെക്സ്റ്റ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു TXT_SQR. നെക്സ്റ്റ് ടെക്സ്റ്റ് ബോക്സിനെ വെച്ചു. അതിൻ്റെ താഴെ 2 BR ഉണ്ട്. അതിൻ്റെ താഴെ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ, വാല്യൂ ഈക്വൽ ടു ഷോ. ആ വാല്യൂ ഈക്വൽ ടു ഷോ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ ബട്ടനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫംഗ്ഷൻ വിളിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബട്ടണിൽ എന്ത് വിളിക്കണം, നമ്മുടെ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ബട്ടണിൽ വേണം ഫംഗ്ഷനെ കോൾ ചെയ്യാൻ. അപ്പോൾ ഒരു ബട്ടണിൽ നമുക്കൊരു ഫംഗ്ഷനെ കോൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത്. ഓൺ ക്ലിക്ക് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര് വിളിക്കുക. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഷോ സ്ക്വയർ പാരാന്തസിസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്ത് നമുക്ക് റിസൾട്ട് കാണാൻ പറ്റും. അതിനുശേഷം സെൻറ്റർ ടാഗ് ക്ലോസ് ചെയ്തു, ഫോം ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ താഴെ നമ്മുടെ വെബ് പേജ് ഉണ്ട്. അവിടെ എൻട്രി നമ്പർ എന്ന് പറഞ്ഞു, അവിടെ നമ്മളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 12 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഷോ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, ഓൺ ക്ലിക്കിൽ നമ്മൾ ഷോ സ്ക്വയർ ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്തിട്ട് 12 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയർ അവിടെ ഡിസ്പ്ലേ ചെയ്തു വന്നു, 144. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് വെബ് പേജ് വഴി വാല്യൂസിനെ ഫെച്ച് ചെയ്യുന്നതും ആക്സസ് ചെയ്യുന്നതൊക്കെ ഈ രീതിക്കാണ്.